നല്ല അടിപൊളി ഒരു ചിക്കൻ ഹലീം റെസിപ്പി നോക്കിയാലോ? ആദ്യം തന്നെ നല്ല ഫ്രഷ് ചിക്കൻ എടുത്തിതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നന്നായി ഒന്ന് അരിഞ്ഞുവെക്കാം. ഇതാണ് നമ്മുടെ ഹലീമിന് ആ ഒരു സ്പെഷ്യൽ മണം കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കാം. ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക പിന്നെ സവാളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് മസാലകളും കൂടി ചേർത്ത് ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ഗോതമ്പും പരിപ്പും ചേർക്കാം. കൂടെ നമ്മൾ അരിഞ്ഞുവെച്ച മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് നെയ്യും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കർ ഒന്ന് മൂടിവെച്ച് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വരുമ്പോൾ കുക്കർ തുറന്ന് ഇതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത സവാളയും അല്പം പാലും ചേർത്ത് ഇതുപോലെ ഒരു മരത്തവി കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഹലീം എത്രത്തോളം ഉടയുന്നുവോ അത്രയും രുചി കൂടും. നല്ല കുഴമ്പ് പരുവത്തിൽ വരുമ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മുകളിൽ കുറച്ച് വറുത്ത സവാളയും മല്ലിയിലയും അണ്ടിപ്പരിപ്പും ബദാമുമൊക്കെ ഇട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ സംഗതി ഉഷാർ. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഹലീം ഇവിടെ റെഡി.